ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമേറിയ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മനോഹരമായ പ്രഭാതത്തിൽ 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. നോക്കണമേ, സകല മനുഷ്യരും വിടുതൽ ആഗ്രഹിക്കുന്നവരാണ്, ഉയർച്ച ആഗ്രഹിക്കുന്നവരാ, അനുഗ്രഹം ആഗ്രഹിക്കുന്നവരാ. എന്നാൽ ഒരു ദൈവത്തിന്റെ പൈതൽ, ദൈവത്താലുള്ള വിടുതൽ, ദൈവത്താലുള്ള അനുഗ്രഹം, ദൈവത്താലുള്ള ഉയർച്ച, ഇതാ അത്രേ ആഗ്രഹിക്കുന്നത്. നോക്കണേ, അങ്ങനെ ആഗ്രഹിക്കുന്നവരോട് ഇവിടെ വിളിച്ചു പറയുക, അതെ, പറ്റിയിരുന്നാൽ വിടുവിക്കും. ഇത് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വിടുവിക്കുന്ന വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമായിരുന്ന ദൂതന്മാർ മാത്രമല്ല, ദൂതന്മാർ ആരാധിക്കുന്ന, സകല മനുഷ്യരും ആരാധിക്കുന്ന ആരാധ്യനായ ദൈവം തന്നെ ഇറങ്ങി വന്ന് വിടുവിക്കും. നോക്കണേ, ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാ. ഓക്കെ, ആ വിധത്തിലുള്ളവരെ ദൈവം മോചിപ്പിക്കും. ദൈവം അവരെ ഉയർത്തും, ദൈവം അവരെ സംരക്ഷിക്കും, ദൈവം അവരെ മാനിക്കും. അവർ സംതൃപ്തരാകുകയും ചെയ്യും. മാത്രമല്ല, അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യും. ദീർഘായുസിന്റെ വാഗ്ദത്തമുണ്ട്. അതേ 14 മുതൽ 16 വരെ വാക്യങ്ങളിൽ നാം ആ വാഗ്ദത്തങ്ങൾ കാണുന്നുണ്ട്. നോക്കണമേ, അത് പഴയ നിയമത്തിൽ ഭാഗങ്ങൾ കാണുന്നു. ദീർഘായുസിനെ കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ, ആ വാഗ്ദത്തങ്ങൾ പോകട്ടെ, ഞാൻ ആ ഭാഗം അവിടെ നിൽക്കുക. നോക്കണേ, പറ്റിയിരിക്കുക. എങ്ങനെ പറ്റിയിരിക്കണം? നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങളിലൊക്കെ ഈ മണി പ്ലാന്റ് നട്ടു വളർത്തുന്നവരുണ്ട്. ഈ ഭവനങ്ങളിൽ ഈ മണി പ്ലാന്റ് ഈ പറ്റിപ്പിടിച്ച് ചില വൃക്ഷങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും. വൃക്ഷങ്ങളിൽ പറ്റിപ്പിടിച്ചിരുന്നാൽ എത്ര പ്രതികൂലം കടന്നു വന്നാലും, കാറ്റാഞ്ഞടിച്ചാലും, മഴ കടന്നു വന്നാലും, എത്ര ഉഷ്ണം കടന്നു വന്നാലും ഈ വൃക്ഷത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മണി പ്ലാന്റ് ഇളകി മാറത്തില്ല. അത് അങ്ങനെ പറ്റിയിരുന്നാൽ ഒരു പ്രതിസന്ധിക്ക് തകർക്കാൻ കഴിയത്തില്ല. നോക്കണേ, എങ്ങനെ പറ്റിയിരിക്കണമെന്ന് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 13-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കച്ച ഒരു മനുഷ്യന്റെ അരിയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. നോക്കണേ, ഇതാ ദൈവത്തോട് പറ്റിയിരിക്കുമാറാക്കുന്ന ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കണം, ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റണം. നോക്കെ, അങ്ങനെ പറ്റിയിരുന്നാൽ, ഇവിടെ പറയുന്നു, ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദ ഗൃഹത്തെ മുഴുവനും പറ്റിയിരിക്കുമാറാക്കി. എന്തിനെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദൈവത്തിന് ഇവരെ തന്റെ ജനമാക്കണം. പറ്റിയിരുന്ന ജനമാകും. ജനമായാൽ ദൈവത്തിന്റെ ജനമായ ദൈവിക സംരക്ഷണം ഉണ്ടാകും, ദൈവിക പരിപാലനം ഉണ്ടാകും. അത് ദൈവത്തിന്റെ കരുതൽ മറ്റുള്ളതിൽ നിന്നും അത് പ്രിയമുള്ളവർക്ക് പ്രത്യേക കരുതൽ അത് ഉണ്ടാകുക ചെയ്യും. നോക്കണേ, ഇവിടെ പറയുക, എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാകേണ്ടതിനെ അത് അവരെ പറ്റിയിരിക്കുമാറാക്കി. നോക്കണേ, ഈ വല്ലാത്ത കാലഘട്ടം, തലമുറകൾ തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ, എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുക, ദൈവത്തോട് പറ്റിയിരിക്കുക. ഈ നാമത്തെ അറിയുക. ഈ നാമത്തെ അറിയേണ്ട വിധം അറിഞ്ഞാൽ, ഈ നാമത്തെ അറിഞ്ഞാൽ, ഇതിന്റെ ഗുണങ്ങൾ, ശ്രേഷ്ഠതകൾ അറിഞ്ഞാൽ ഈ നാമത്തെ ഒരിക്കലും പിൻപാതെ വിട്ടുമാറാൻ കഴിയില്ല. അങ്ങനെ പറ്റിയിരുന്നാൽ, നോക്കണേ, തലമുറകൾ തകർന്നു പോകത്തില്ല. ഇവിടെ പറയുന്നു, ജനമായി തീരും. 2, കീർത്തിയായി, ദൈവത്താൽ കീർത്തി പ്രാപിക്കും. 3, പ്രശംസയാകും. മറ്റുള്ളവർ തലമുറകളെ, കുടുംബങ്ങളെ, വ്യക്തികളെ പ്രശംസിക്കും. അടുത്തത് പറയുന്നു, അലങ്കാരമാകേണ്ടതിന് നമുക്ക് പറ്റിയിരിക്കാം. ദൈവം ആഗ്രഹിക്കുന്നു ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കാൻ, ദൈവത്തോട് പറ്റിയിരിക്കുവാൻ, ദൈവവാഗ്ദത്തങ്ങൾ നമ്മിൽ ചൊരിയുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് തീരുമാനത്തോട് ചുവട് മുൻപോട്ട് വയ്ക്കാം. അതേ, ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ച് ദൈവത്തെ പിൻപറ്റുക. മാത്രമല്ല, പറ്റിയിരിക്കാൻ, കച്ച ഒരു മനുഷ്യന്റെ അരിയോട് പറ്റിയിരിക്കുന്ന പോലെ നമുക്ക് പറ്റിയിരിക്കാം. അതേ, ദൈവത്തിന് ജനമായി, കീർത്തി, പ്രശംസയും അലങ്കാരമായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനുവേണ്ടി കർത്താവിനെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവർക്കും ക്രിസ്ത്യ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.